നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് നഷ്ടമാണ് എന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് 100% ശരിയാണെന്ന് റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷ് പറയുകയാണിപ്പോൾ. താൻ പഴഞ്ചനായതുകൊണ്ടല്ല അത് ശരിയാവുന്നത്. നിസ്സാര തുക വാങ്ങി സർവീസ് നടത്തിയാൽ 1 കോടി രൂപ വില കൊടുത്ത് വാങ്ങുന്ന ഇലക്ട്രിക് ബസിന്റെ മുതൽ മുടക്ക തിരിച്ചുപിടിക്കാൻ കഴിയില്ല. 1 കോടി രൂപയ്ക്ക് ഒരു വണ്ടി എടുക്കുന്നതാണോ 3 വണ്ടി എടുക്കുന്നതാണോ ലാഭമെന്ന് ബേബി ഗിരീഷ് ചോദിച്ചു. ഇലക്ട്രിക് ബസ് കുറച്ചു കഴിയുമ്പോൾ തേവരയാടിൽ കിടക്കും. ഗണേഷ് കുമാർ പറഞ്ഞതിൽ പോയിന്റുണ്ട്. റോബിൻ ഗിരീഷ് യാത്രക്കാരിൽ 10 രൂപ വാങ്ങി സർവീസ് നടത്തിയാൽ ഇലക്ട്രിക് ബസിന്റെ മുതൽ മുടക്ക തിരിച്ചു വരില്ല. പരമാവധി 15 വർഷം മാത്രമേ ഈ വണ്ടി ഓടുകയുള്ളൂ. അതിനിടെ 2 തവണ ബാറ്ററി മാറ്റേണ്ടി വരും. ഒരു തവണ ബാറ്ററി മാറ്റുന്നതിന് 40 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. അതിന് സമയമാകുമ്പോഴേക്കും ഈ വണ്ടി തേവരയാടിൽ കിടക്കും. നമ്മുടെ മറ്റൊരു ബസ് കിടക്കുന്നത് പോലെ 1 കോടി രൂപയ്ക്ക് ഒരു വണ്ടി എടുക്കുന്നതാണോ 3 വണ്ടി എടുക്കുന്നതാണോ ലാഭം? ഗണേഷ് കുമാർ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവരം മേയർ ആര്യ രാജേന്ദ്രനുണ്ടോ? ഇനി ഇലക്ട്രിക് വണ്ടിയെ പറ്റുകയുള്ളൂവെന്ന് എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്നും ബേബി ഗിരീഷ് ചോദിക്കുന്നു. 1 കോടി രൂപ വിലയുള്ള വണ്ടി വാങ്ങി വെറും 10 രൂപയ്ക്ക് ഓടാൻ വിടാൻ കളക്ഷനൊക്കെ കുറെ കിട്ടുമായിരിക്കും. പക്ഷേ മെയിന്റനൻസ് നടക്കില്ല. എന്തായാലും ഗണേഷ് കുമാറിനെ പിന്തിരിപ്പിക്കാനും മുൻ മന്ത്രി ആന്റണി രാജു ഉള്ളപ്പോൾ 10 രൂപയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ബസ് ഗണേഷ് കുമാർ നിർത്തിച്ചു എന്നായിരിക്കും കേൾക്കാൻ പോകുന്നത് എന്നും ബേബി ഗിരീഷ് പറഞ്ഞു. നല്ല വിവരവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയമുള്ള മനുഷ്യനാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് കൂടെയുള്ളവർ തന്നെ ഈ തുണി പറിച്ച് കളഞ്ഞില്ലേ? പുള്ളിയുടെ കൂടെയുള്ളവർ തന്നെയാണ് അദ്ദേഹത്തെ എതിർത്തത് എന്നും താൻ അന്നേ പറഞ്ഞതാണെന്നും മന്ത്രി മാത്രമേ മാറിയുള്ളൂ, ചുറ്റുപാടും ഉള്ളവർ മാറിയിട്ടില്ല എന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. മന്ത്രിയാകുന്നതിന് മുൻപേ തനിക്കെതിരെയാണ് ഗണേഷ് കുമാർ സംസാരിച്ചത്. കോടതി പറയുന്നതിനനുസരിച്ച് ബസ് ഓടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, തനിക്ക് പെർമിറ്റ് ലഭിച്ചത് കേരള സർക്കാരിൽ തന്നെയാണ്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പെർമിറ്റ് നൽകിയത്. അവർ തന്നെയാണ് തന്നെ പിടിക്കുന്നത്. നിയമത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പെർമിറ്റ് തരാതിരുന്നാൽ പോരെ? അല്ലെങ്കിൽ കേന്ദ്രത്തോട് ചോദിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ? അതിനാൽ തന്നെ പോലെ ഒരു സാധാരണക്കാരന് ഹൈക്കോടതിയിൽ പോയി ലക്ഷങ്ങൾ ചെലവാക്കി കേസ് നടത്തി നീതി നേടിയെടുക്കേണ്ടി വരാൻ ഗണേഷ് കുമാർ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട കാര്യമാണോ അത്? കോടതിയിൽ പോയി അനുകൂല വിധി നേടിയെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നമുക്കും അറിയാമെന്നും ബേബി ഗിരീഷ് തുറന്നടിക്കുകയാണ്.